يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين نبي أتانا بعد يأس وفترة من الرسل والأوثان في الأرض تعبد فأمسى سراجا مستنيرا وهاديا يلوح كما لاح الصقيل المهند وأنذرنا نارا وبشر جنة وعلمنا الإسلام فالله نحمده تعاليت رب الناس عن قول من دعا سواك إلها أنت أعلى وأمجد لك الخلق والنعماء والأمر كله فإياك نستهدي وإياك نعبد. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ തിരൂരിലെ സലഫി പ്രവർത്തകന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ വേദിയിലും സദസ്സിലും വന്നു ചേർന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ മറ്റു ശ്രോതാക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നെറ്റ് സംവിധാനങ്ങളിലൂടെയും റേഡിയോ സംവിധാനങ്ങളിലൂടെയും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ ഇസ്ലാഹ് റേഡിയോയിലൂടെയും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹത്തിന് ശുക്റുള്ളവരായി, നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതത്തെ മുഴുവൻ അവന് സമർപ്പിക്കുവാനുള്ള ഇഖ്ലാസും തൗഫീഖും അല്ലാഹു നമുക്കെല്ലാം നൽകി നമ്മെ ഓരോരുത്തരെയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവർക്കായി അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള സ്വർഗ്ഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രമേയത്തിലാണ് നമ്മുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. മതം സുരക്ഷയാണ് എന്ന മഹത്തായ ഒരു സന്ദേശമാണ് ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും നൽകുവാനുള്ളത്. രാജ്യത്ത് ഇന്ന് എവിടെ എടുത്തു പരിശോധിച്ചു നോക്കിയാലും സമാധാനമില്ലായ്മയും
ശാന്തിയില്ലായ്മയും അസ്വസ്ഥതകളും കൊണ്ട് നിറഞ്ഞുകിടക്കുന്ന ഒരന്തരീക്ഷമാണുള്ളത്. സ്വൈരമായി ഒന്ന് പുറത്തിറങ്ങി നടക്കുവാൻ പോലും സ്ത്രീ സമൂഹത്തിന് സാധ്യമാകാത്ത നിലക്കുള്ള അരാജകത്വങ്ങളും ലൈംഗിക അതിക്രമങ്ങളും അതുപോലെ തന്നെയുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് വളരെയേറെ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം പോലും അതിർത്തി പ്രദേശങ്ങളിലുള്ള വെടിയൊച്ചകളുടെ ചർച്ചകൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലാത്ത ഒരവസ്ഥയിലാണ് നാം ഉള്ളത്. യുവസമൂഹമാണെങ്കിൽ ലഹരിയുടെ പിന്നാലെ കുതിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെയേറെ ഖേദകരമായ ഒരവസ്ഥ. കുടുംബങ്ങളിൽ ഛിദ്രത, ബന്ധങ്ങളിൽ വിള്ളലുകൾ മൊത്തം പരിശോധിച്ചു നോക്കിയാൽ കൂട്ടമായ ആത്മഹത്യകളും അതുപോലെ തന്നെ സമൂഹത്തിൽ ആദരിക്കേണ്ടവർ ആദരിക്കപ്പെടാതിരിക്കുന്ന, പരിപാലിക്കപ്പെടേണ്ടവർ പരിപാലിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ കാരണത്താൽ വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ, കുടുംബങ്ങളുടെ ബജറ്റുകൾക്ക് താങ്ങാനാവാത്ത നിലക്കുള്ള നിത്യജീവിതത്തിന്റെ രണ്ട് വശങ്ങളും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടുന്ന ജനങ്ങൾക്കിടയിൽ രൂക്ഷമായ വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും ജനങ്ങളിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഇങ്ങനെ സമൂഹത്തിൽ എവിടെ നോക്കിയാലും അരക്ഷിതാവസ്ഥ, സമാധാനമില്ലായ്മ, ശാന്തിയില്ലായ്മ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരൽപ്പം സമാധാനത്തിന് വേണ്ടി ആളുകൾ എവിടെ പോകണമെന്നറിയാതെ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് അല്ലാഹുവിന് പറയാനുള്ള ഒരു പരിഹാരമുണ്ട്. പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ അതോരോ മേഖലയിലും കാത്തു സൂക്ഷിക്കേണ്ടുന്ന നിലക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്ന് സർവമനുഷ്യരോടും ഇസ്ലാം പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന് മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അത് പൂർത്തിയാക്കി തന്നു. ആ പൂർത്തിയാക്കി തന്ന ആദർശത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്നാണ്. ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അതിനെപ്പറ്റി പറഞ്ഞത് എന്റെ നിഅമത്ത് എന്നാണ്. മാനവ സമൂഹത്തോട് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അത് ഇസ്ലാം ദീനിൽ അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് പഠിപ്പിക്കാൻ അല്ലാഹു ഏർപ്പെടുത്തി ലോകത്തേക്ക് അയച്ച ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നു. ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കലാണ് പ്രിയമുള്ളവരെ നമ്മുടെ കടമ. ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊന്നും ഇതിനർത്ഥമില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കേണ്ടവനാണ്. പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. എല്ലാവരുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്. വ്യക്തികളിൽ പരീക്ഷണങ്ങളുണ്ട്, കുടുംബരംഗത്ത് പരീക്ഷണങ്ങളുണ്ട്, സാമൂഹ്യ രംഗത്ത് പരീക്ഷണങ്ങളുണ്ട്, ദീനീ പ്രബോധന രംഗങ്ങളിൽ
ശക്തമായ പരീക്ഷണങ്ങളുണ്ട്. പരീക്ഷണങ്ങൾ സ്വാഭാവികം മാത്രമാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്? അല്ലെങ്കിൽ മാനവ സമൂഹം പരീക്ഷിക്കപ്പെടുമ്പോൾ വൈവിധ്യമാർന്ന കാരണങ്ങളാൽ മനുഷ്യ സമൂഹം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ എന്താണവർ പരിഹാരമായി കാണേണ്ടത്? നമ്മുടെ മുൻഗാമികൾ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായപ്പോൾ അവരൊക്കെ സ്വീകരിച്ച കറകളഞ്ഞ ഒരു മാർഗമുണ്ട്. ഇസ്ലാം ദീനിന്റെ കൃത്യമായ ചട്ടക്കൂട്ടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാം എങ്ങനെയാണോ സഹിക്കാനും ക്ഷമിക്കാനും കാര്യങ്ങളെ നേരിടാനും പഠിപ്പിച്ചതെങ്കിൽ അതിൽ നിന്ന് കടുകിട വ്യതിചലിക്കാതെ കൃത്യമായി പരീക്ഷണങ്ങളുടെ രംഗത്ത് പാറ പോലെ ഉറച്ചു നിന്ന് വിജയിക്കുവാനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതല്ലാതെ പരീക്ഷണങ്ങൾ വരുമ്പോ പതറി പിന്മാറുകയല്ല വേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മളാരും മനസ്സിലാക്കരുത്, പടച്ച റബ്ബേ നീ എന്താ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നിനക്ക് ഞങ്ങളോട് വെറുപ്പുണ്ടോ? നീ ഞങ്ങളെ അവഗണിക്കുകയാണോ എന്ന തോന്നൽ ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരധ്യായം തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ സുമ്മൽ അംസലു ഫൽ-അംസലു. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത് അല്ലാഹുവിന് വെറുപ്പുള്ളവരല്ല, അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തവരല്ല, പടച്ച റബ്ബിന് കോപമുള്ളവരുമല്ല. മറിച്ച് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത്, കഠിന പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത് അൽ-അംബിയാ, പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അംബിയാക്കൾ തന്നെ. സുമ്മൽ അംസലു ഫൽ-അംസലു, പിന്നീടതാ അവരോടടുത്ത ഏറ്റവും ശ്രേഷ്ഠവാന്മാർ, പിന്നെ അവരോടടുത്ത് നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠവാന്മാർ. അഥവാ ദീനീ രംഗത്ത് എത്രത്തോളം നമുക്ക് ഈമാനുണ്ടോ, പടച്ച റബ്ബിനോട് അടുപ്പമുണ്ടോ, ഇസ്ലാമിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന താല്പര്യമുണ്ടോ, അത്രത്തോളം പരീക്ഷണങ്ങളുടെ കാഠിന്യം കൂടുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഈ പരീക്ഷണം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടാകും. നമ്മളൊരു ദഅ്വാ സംരംഭത്തിലല്ലേ ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരട്ടെ. ദീനീ രംഗത്ത് നമുക്കൊരുപാട് പരീക്ഷണങ്ങളുണ്ട്, ഇന്ന് മാത്രമല്ല ഏത് കാലഘട്ടത്തിലും. അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവായിൽ നിന്ന് ദീന് കേട്ട് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ആയിരക്കണക്കിന് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അതേ നല്ലവരായ ആളുകളൊക്കെ ജീവിച്ച കാലത്ത് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ദീനീ രംഗത്ത്, പ്രബോധന രംഗത്ത് തന്നെ ഒട്ടേറെ പരീക്ഷണങ്ങൾ ഉണ്ടായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, വമൻ യഇശ് മിൻകും ബഅദീ ഫസയറ ഇഖ്തിലാഫൻ കസീറാ. ഓ സമൂഹമേ, ഈ ഉമ്മത്തിന് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വഴിയെ നിങ്ങൾക്ക് കാണാം. ഒരുപാട് ഭിന്നതകൾ, ഭിന്നാഭിപ്രായങ്ങൾ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്ത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് ഈ ദീനിൽ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ? എന്താണിതിങ്ങനെ ചേരിതിരിവ്? എന്താണിതിങ്ങനെ ഭിന്നതകൾ എന്നും പറഞ്ഞ് നിങ്ങൾ ഒരു ഭാഗത്ത് നിരാശരായിക്കൊണ്ട് ക്ഷമയില്ലാതെ കുത്തിയിരിക്കണമെന്നാണോ? അതോ ഹബീബ് എന്താ നിർദ്ദേശം പറഞ്ഞത്? ഫഅലൈക്കും ബിമാ അറഫ്തും മിൻ സുന്നതി വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയീന റാഷിദീന ബഅദി. നിങ്ങൾ എന്ത് ചെയ്യണം അത്തരം ഘട്ടങ്ങളിൽ? നിങ്ങൾ എന്റെ സുന്നത്തുകളിൽ നിന്ന്, എന്റെ ചര്യകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയതെന്തോ അത് നിങ്ങൾ മുറുകെ പിടിച്ചു നിന്നോളണം. സന്മാർഗം സിദ്ധിച്ചിട്ടുള്ള മഹാന്മാരായ, അതേ വലിയ നേതാക്കളായ ആ ഖുലഫാവുകൾ ഉണ്ടല്ലോ,
അവരൊക്കെ ജീവിച്ച പാതകളെ നിങ്ങൾ പഠിച്ചുകൊണ്ട് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണേ. ഏത് പ്രതിസന്ധി വന്നാലും കുലുങ്ങാതെ നിന്നോളണമെന്ന് ആരംഭമൊത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അതാ ആശ്വസിപ്പിച്ചിരിക്കുന്നു. അതേ, ഒരുപാട് സംഘങ്ങളായി പിരിയും എന്ന് പറഞ്ഞു. എല്ലാ കക്ഷികളും നരകത്തിലേക്കാണ് പോകുന്നതെന്നും ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു സംഘമൊഴികെ എന്നും പറഞ്ഞ് അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനദണ്ഡമായി കാണാൻ പറഞ്ഞത് അവിടുന്ന് എന്താണോ പഠിപ്പിച്ചതെങ്കിൽ ആ പഠിപ്പിച്ചത് സ്വഹാബത്ത് മനസ്സിലാക്കിയല്ലോ. അതിലടിയുറച്ചു നിൽക്കുന്ന ആളുകൾ ആരോ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ലെന്ന സന്ദേശമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അന്താളിച്ച് അന്തം വിട്ട് രംഗത്ത് നിന്ന് ഒളിച്ചോടിയിട്ടില്ല നമ്മുടെ മുൻഗാമികൾ. അറപോലെ ഉറച്ചു നിന്നിട്ടുണ്ട്. ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നിനുമില്ല എന്ന മുരടിച്ച നിലപാടും സ്വീകരിച്ചിട്ടില്ല, പിറകോട്ട് മാറിപ്പോയിട്ടില്ല. മറിച്ച് അക്ഷരാർത്ഥത്തിൽ പരീക്ഷണത്തെ പരീക്ഷണമായി തന്നെ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് റബ്ബേ. ഈ പരീക്ഷണത്തിൽ ഞങ്ങൾ പിറകോട്ടില്ല നാഥ. ആ മാർഗത്തിൽ നീയാണ് ഞങ്ങൾക്കുള്ളത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അങ്ങനെ അടിയുറച്ചു നിന്ന മുൻഗാമികളായ മഹാന്മാർ അവർ ആ സ്വീകരിച്ച മാർഗത്തിൽ തന്നെ ചൊറച്ചു നിന്നാൽ പിഴക്കാനില്ല. ആ മാർഗം വിട്ടുപോയോ നാം ശിക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ എന്ത് ചെയ്തത്? കേരളക്കരയുടെ ചരിത്രത്തിലേക്ക് വരൂ. അതേ, ഭിന്നതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നപ്പോഴും 920കളിൽ സംഘടിതമായി നമ്മളൊരു ശ്രമം തുടങ്ങി. എന്തിനു വേണ്ടി? ഏത് പരീക്ഷണ ഘട്ടത്തിലും ഉറച്ചു നിൽക്കാനുള്ള കഴിവ്, അതേ, അതിനുള്ള തന്റെ ഇടം, അത് കൃത്യമായി ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാനുള്ള പ്രത്യേകമായ ആ ഒരു മേന്മ മനസ്സിൽ നിലനിൽക്കുവാൻ വേണ്ടി സംഘടിതമായ ശ്രമങ്ങൾ നമ്മൾ തുടങ്ങുകയുണ്ടായി. സഹോദരന്മാരെ,